അതേപ്രകാരം ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അവന്റെ അസാന്നിധ്യത്തിലോ സാന്നിധ്യത്തിലോ പറയാം. അസാന്നിധ്യത്തിൽ പറഞ്ഞ ഗീബത്താകും. സൂറത്തുൽ ഹുജറാത്തിൽ തന്നെ അതും പറയുന്നുണ്ട്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹമ അഖീഹി മൈത. നിങ്ങളുടെ സഹോദരൻ മരിച്ചാൽ മാംസം തിന്നാൻ കൊത്തി വലിച്ച് വിഴുങ്ങാൻ നിങ്ങൾ താല്പര്യപ്പെടുമോ എന്നാണ്. ഇപ്പൊ കരിഹ്തുമു, അത് ഉറപ്പാണല്ലേ. അതിനേക്കാൾ മോശമാണ് ഗീബത്ത് പറയലെന്നാണ്. നമ്മൾ ഈ വലിയ വലിയ സംഗതി പറഞ്ഞാൽ മാത്രമേ ഗീബത്താവുള്ളൂ എന്ന് വിചാരിക്കരുത്. സഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഒരുത്തന്റെ അസാന്നിധ്യത്തിൽ അവനെ കുറിച്ച് ഇഷ്ടമല്ലാത്തത് പറയലാണ് ഗീബത്ത് എന്ന് മുത്ത് റസൂൽ വിശദീകരിക്കുമ്പോൾ സഹാബ കിറാം ചോദിക്കുന്നുണ്ട്, അത് അവനിലുള്ള കാര്യമാണെങ്കിലോ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ഗീബത്തിന്റെ ന്യായം പറയല്ലേ, ഞാൻ ഇല്ലാത്തത് പറയില്ലട്ടോ എന്നൊക്കെ പറയും. ഞാൻ ഇല്ലാത്തത് പറയില്ലട്ടോ. അപ്പൊ ഉള്ളത് പറയുന്ന അപ്പൊ അതിന്റെ അർത്ഥം മുത്ത് റസൂൽ പറയുന്നുണ്ട്, ഉള്ളതാണെങ്കിൽ ഗീബത്ത്, ഇല്ലാത്തതാണെങ്കിൽ കദിബുൻ വ ഗീബത്തുൻ, കളവ് പറച്ചിലുമായി പിന്നെ ഗീബത്ത് പറച്ചിലുമായി. ഉള്ളതാന്ന് കരുതിയിട്ട് ഗീബത്തിൽ നിന്ന് ഒരു എക്സ്ക്യൂസും ഇല്ല. അപ്പൊ നമ്മൾ ആരെയെങ്കിലും കുറിച്ച് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ആ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പൊരുത്തപ്പെടിപ്പിക്കണം. ഇതാണ് അതിലെ ഏറ്റവും ദുർഘടമായ സ്റ്റെപ്പ്.